നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷിറി ബിബാസിന്റെ യഥാർത്ഥ മൃതദേഹം തിരിച്ചേൽപ്പിക്കണമെന്ന ഇസ്രായേൽ അന്ത്യശാസനം. മണിക്കൂറുകൾക്കകം ഹമാസ് ഷിറി ബിബാസിന്റെ മൃതദേഹം ഇസ്രായേലിന് വിട്ടുകൊടുത്തു. ഹമാസ് കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെട്ട ഷിറി ബിബാസും 2 കുഞ്ഞുങ്ങളും. അതിൽ 2 കുഞ്ഞുങ്ങളുടെ മൃതദേഹം ശരിയാണെന്നും ഷിറി ബിബാസിൻ്റേത് ഒരു അജ്ഞാത മൃതദേഹമാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കൈമാറിയ 4 മൃതദേഹങ്ങളിൽ ഷിറി ബിബാസിന്റെ മൃതദേഹമില്ല. പകരം ഒരു അജ്ഞാത മൃതദേഹമാണ് അവർ കൊടുത്തയച്ചത്. ശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുത്ത മറ്റേതോ പലസ്തീൻ യുവതിയുടെ മൃതദേഹം. ഫോറൻസിക് പരിശോധനയിലാണ് ഇത് ഷിറി ബിബാസിന്റെ മൃതദേഹമല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മറ്റു ബന്ധുക്കളുടെ DNA-യുമായി അത് യോജിക്കുന്നില്ല. ഇതിനിടയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണം ഇസ്രായേൽ ഉയർത്തി. ഹമാസിനെ നരകമാണ് കാത്തിരിക്കുന്നത് എന്ന് നെതന്യാഹു പറഞ്ഞു. തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്ന് ലോകമാധ്യമങ്ങൾ. മണിക്കൂറുകൾക്കുള്ളിൽ ഷിറി ബിബാസിന്റെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിക്കൊണ്ട് ഹമാസ് പറഞ്ഞു. ഇവർ മരിച്ചത് ഹമാസ് കസ്റ്റഡിയിലിരിക്കെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ്. മൃതദേഹങ്ങൾ തമ്മിൽ മാറിപ്പോയിരിക്കാം എന്ന് ഹമാസ് ഒടുവിൽ സമ്മതിച്ചു. ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ഷിറി ബിബാസിന്റെ യഥാർത്ഥ മൃതദേഹം തങ്ങൾ റെഡ് ക്രോസിന് കൈമാറിയെന്നാണ് ഹമാസ് പറയുന്നത്. മൃതദേഹം പരിശോധിച്ചുറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു. എങ്കിലും ഷിറി ബിബാസ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായിരുന്നു 32-കാരിയായ ഷിറി ബിബാസും മക്കളും. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ആക്രമിച്ച് അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ ഷിറി ബിബാസ് മക്കളായ 9 മാസം മാത്രം പ്രായമുള്ള കഫീർ, 4 വയസ്സുകാരൻ ഏരിയൽ. അതൊരു വിങ്ങുന്ന ഓർമ്മയായിരുന്നു ഇസ്രായേലിന്. ഇപ്പോൾ ഇസ്രായേൽ പരിശോധനയിൽ പുറത്തുവരുന്ന കാര്യങ്ങൾ മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് കേട്ടു നിൽക്കാൻ കഴിയുന്നവയല്ല. ആ കൊച്ചു കുഞ്ഞുങ്ങളെ മൃഗീയമായി കൈകൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ അത് വ്യക്തമായി. 9 മാസം പ്രായമുള്ളതും 4 വയസ്സ് പ്രായമുള്ളതുമായ 2 കുഞ്ഞുങ്ങളെ മൃഗീയമായി കൈക്കുള്ളിലിട്ട് ജനിച്ചു കൊല്ലുക, ഇതിന് ഹമാസ് പോലൊരു ഭീകര സംഘടനയ്ക്ക് കഴിയൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. കിബൂട്സ് നിറോസ് ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇങ്ങനെ: വേദനയോടും അഗാധമായ ദുഃഖത്തോടും കൂടി കിബൂട്സ് നിറോസ് ഷിറി ബിബാസിന്റെ കൊലപാതകം പ്രഖ്യാപിക്കുന്നു. അവളുടെ ഓർമ്മ നമുക്ക് അനുഗ്രഹമാകട്ടെ. അവളെ വീട്ടിൽ നിന്ന് അവർ തട്ടിക്കൊണ്ടുപോയി. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരാക്രമണത്തിൽ ഏറ്റവും തകർന്ന സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവനയാണിത്. ഹമാസ് ആക്രമണത്തിനിടയിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഷിറിയും അവരുടെ ഇളയ മക്കളായ ഏരിയലും കഫീറുമൊക്കെ ജീവനോടെ തിരിച്ചു വരുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് ബിബാസ് കുടുംബം പറയുന്നു. ഏരിയലിനും കഫീറിനുമൊക്കെ ഒരു അത്ഭുത അമ്മയായിരുന്നു അവർ. യാർദന്റെ സ്നേഹനിധിയായ ജീവിത പങ്കാളി. അവരുടെ ജീവൻ ഹമാസ് ഭീകരർ എടുത്തു. 16 മാസമായി ഇസ്രായേൽ ആ കുടുംബത്തിനു വേണ്ടി കാത്തിരുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പ് ഷിറി കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഷിറിയും അവളുടെ 2 ആൺമക്കളും അതിക്രൂരമായി ഹമാസ് കൈകളാൽ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ടെല്ലവീവിലെ അബൂ കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. ഷിറി ബിബാസ് കൊല്ലപ്പെട്ടത് തന്നെ. നിറോസ് സ്ഥിതി ചെയ്യുന്ന തെക്കൻ എഷ്കോൾ റീജിയണൽ കൗൺസിലിലെ താമസക്കാർ ബന്ദികളെ ആദരിച്ചുകൊണ്ട് ഇസ്രായേലി മഞ്ഞ പതാകകൾ വീശി വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ ഹൈവേയിൽ നിരന്നു നിന്നിരുന്നു. തന്റെ 2 ചെറിയ ആൺമക്കളോടൊപ്പം ഇസ്രായേലിന്റെ മണ്ണിൽ നിത്യവിശ്രമത്തിനായി ഷിറി ബിബാസ് കടന്നുവരുന്നുവെന്നാണ് നാട്ടുകാർ പ്രതികരിച്ചത്. ഫോറൻസിക് തെളിവുകൾ പ്രകാരം മൂവരും 1 വർഷം മുൻപ് കൊല്ലപ്പെട്ടു. ഹമാസ് ഭീകരർ 2 ആൺകുട്ടികളെയും വെടിവെച്ചല്ല കൊലപ്പെടുത്തിയത്. അവർ വെറും കൈകൾ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഞെരിച്ചു കൊന്നു. ഈ ക്രൂരതകൾ മറച്ചുവെക്കാൻ അവർ ഭയാനകമായ പ്രവൃത്തികൾ പലതും ചെയ്തു. IDF വക്താവ് ഹഗരി വെള്ളിയാഴ്ച വെളിപ്പെടുത്തിയ കാര്യങ്ങളാണിവ. നിറോസ് വീട്ടിലേക്കെന്ന ഭീകരർ ഇരച്ചു കയറിയ ദിവസം തോക്കുധാരികളുടെ ശ്രദ്ധ തിരിക്കാനും തന്റെ ഭാര്യയെയും മക്കളെയും രക്ഷിക്കാനുമുള്ള വ്യഗ്രതയിൽ നിറോസ് വീട്ടിലെ സുരക്ഷിത മുറിവിട്ട യാർദനെ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി. ആക്രമണത്തിനിടെ കിബുട്സിൽ വെച്ച് യാർദന്റെ മാതാപിതാക്കളെ അവർ കൊല്ലപ്പെടുത്തി. ഹമാസ് ഭീകര സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ലോകം മുഴുവൻ അറിയണം. ഏരിയലും കഫീറുമൊക്കെ കൊല്ലപ്പെട്ടു. തുടർന്ന് വ്യാഴാഴ്ച ഗസയിൽ നിന്ദ്യവും ക്രൂരവുമായ ചടങ്ങിൽ അവരുടെ മൃതദേഹങ്ങൾ അവർ തിരികെ നൽകി. കരാറിന്റെ ഭാഗമായി കുട്ടികൾക്കൊപ്പം ഇസ്രായേലിലേക്ക് തിരികെ നൽകേണ്ടിയിരുന്നു ഷിറി ബിബാസിന്റെ മൃതദേഹം.
എന്നാൽ ഹമാസ് തിരികെ നൽകിയില്ല. ഹമാസ് പച്ചക്കള്ളം പറയുകയും കരാർ ലംഘിക്കുകയും ചെയ്തു. IDF വക്താവ് ഹഗരിയുടെ വാക്കുകളാണിവ. കരാർ അനുസരിച്ച് ഷിറി ബിബാസിനെ വേഗത്തിൽ ഇസ്രായേലിലേക്ക് തിരിച്ചയക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഇത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. ഇതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. ഷിറിക്ക് പകരം കൈമാറിയ പലസ്തീൻ സ്ത്രീയുടെ മൃതദേഹം അടിയന്തരമായി ഗസയിലേക്ക് തിരിച്ചയക്കണമെന്ന് ഹമാസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ബിബാസിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഗസയിലേക്ക് മടങ്ങുമോ എന്ന ഭയം ഹമാസിനിൽ ശക്തമാണ്. വെടിനിർത്തൽ കരാറിലെ എല്ലാ കടമകളും തങ്ങൾ പാലിക്കുമെന്ന് ഹമാസ് ആവർത്തിക്കുന്നു. ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈവശം വയ്ക്കാൻ താൽപ്പര്യമില്ല എന്ന് ഹമാസ് പറഞ്ഞു. ശനിയാഴ്ച 6 ജീവനുള്ള ബന്ദികളെ ഞങ്ങൾ മോചിപ്പിക്കും. ആദ്യഘട്ടത്തിൽ തിരികെ നൽകപ്പെടുന്നവരിൽ ഇനി ജീവിച്ചിരിപ്പുള്ള അവസാനത്തെ 6 പേരാണിവർ. കരാറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും ശക്തമാണ്. 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ചിലപ്പോൾ പോരാട്ടത്തിനുള്ള സൂചനകൾ ശക്തമാകുന്നു. ഒക്ടോബർ 7 ഹമാസ് തട്ടിയെടുത്ത 251 ബന്ദികളിൽ ഇപ്പോഴും 67 പേർ ഗസയിൽ തന്നെ തുടരുന്നു. ഇതിൽ IDF മരിച്ചതായി സ്ഥിരീകരിച്ചത് 35 പേരെ. 35 പേരുടെ മൃതദേഹങ്ങളും ഇപ്പോഴും ഹമാസിന്റെ പക്കൽ തന്നെയുണ്ട്. 67 പേരിൽ 35 പേർ മരിച്ചു എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. അങ്ങനെയെങ്കിൽ 32 പേരാണ് ഇപ്പോഴും ജീവനോടെ ഹമാസിന്റെ കയ്യിൽ തുടരുന്ന ബന്ദികൾ. ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ കരാറിൽ ഹമാസ് ഇതുവരെ 24 ബന്ദികളെ വിട്ടയച്ചു. 14 ഇസ്രായേലി സിവിലിയന്മാർ, 5 സൈനികർ, 5 തായ് പൗരന്മാർ, 3 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ. മറുവശത്ത് അമേരിക്ക ഇപ്പോഴും പൂർണ്ണ പിന്തുണയുമായി ഇസ്രായേലിന് പിന്നിലുണ്ട്. ഹമാസിനെതിരെ അതിരൂക്ഷമായ യുദ്ധത്തിനാണ് ട്രംപ് പലപ്പോഴും ആഹ്വാനം ചെയ്യുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഇത് ആവർത്തിക്കുന്നു. ഏരിയലും കഫീറും അതിക്രൂരമായി കൊല്ലപ്പെട്ടുവെന്ന് IDF പ്രഖ്യാപിച്ചു. മൃതദേഹങ്ങൾ IDF ബോംബിട്ട് തകർത്തതാണ് എന്ന് വരുത്തി തീർക്കാൻ കൊലപാതകത്തിന്റെ തെളിവുകൾ അവർ മറച്ചുവെച്ചു. ഭീകരർ 2 ആൺകുട്ടികളെയും വെടിവെച്ചില്ല, വെറും കൈകൾ കൊണ്ട് അവരെ കൊന്നു. പിന്നീട് ഈ ക്രൂരകൃത്യങ്ങൾ മറച്ചുവെക്കാൻ അവർ ഭയാനകമായ പ്രവൃത്തികൾ ചെയ്തു. തിരിച്ചറിയൽ പ്രക്രിയയ്ക്കുള്ള ഫോറൻസിക് പരിശോധനകളും ഇതിനെ പിന്തുണയ്ക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണ് തങ്ങൾ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് IDF പറഞ്ഞു. അതിക്രൂരമായ കൊലപാതകം, പിന്നീട് മൃതദേഹം പോലും മാറ്റി നൽകുന്ന ക്രൂരത, ഇതിനെതിരെയാണ് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തിറങ്ങിയത്. മണിക്കൂറുകൾക്കകം ഷിറി ബിബാസിന്റെ മൃതദേഹം ഇസ്രായേലിലേക്ക് നൽകാൻ ഹമാസിന് കഴിഞ്ഞു. ഒരുപക്ഷെ അതിന് സാധിച്ചിരുന്നില്ല എങ്കിൽ അതിരൂക്ഷമായ യുദ്ധം ഉടൻ തന്നെ ഇസ്രായേൽ ആരംഭിച്ചേനെ. പക്ഷെ ഹമാസിനെ ഗസ മുനമ്പിൽ നിന്ന് നാടുകടത്തണം എന്ന ട്രംപിന്റെ നിശ്ചയദാർഢ്യത്തിന് ഒപ്പം തന്നെ നിൽക്കുകയാണിപ്പോൾ ഇസ്രായേൽ. ഏത് നിമിഷം വേണമെങ്കിലും ഭയാനകമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നതാണ് അവിടുത്തെ അവസ്ഥ. മറുവശത്ത് ഇറാനും ഇപ്പോൾ ഭയമാളി തുടങ്ങി. ഇറാൻ ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന സൂചനകൾ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെയാണ് ഇറാനിൽ നിന്നുള്ള ഭയാശങ്കകൾ. അതിശക്തമായ പോരാട്ടത്തിന് വീണ്ടും തയ്യാറെടുക്കുന്ന ഇസ്രായേൽ, ഒപ്പം ട്രംപും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.